ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. അഭിനവ് സുന്ദർ സംവിധാനം ചെയ്ത് നസ്ലൻ പ്രധാന വേഷത്തിലെത്തുന്ന വരാനിരിക്കുന്ന മലയാള പുതിയ ചലച്ചിത്രമാണ് മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നിങ്ങൾക്കറിയാം, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് വിനീത് ശ്രീനിവാസന്റെ ആ ഒരു വക്കീൽ സിനിമ സംവിധാനം ചെയ്ത ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമയാണ് ഇത്. ആൻഡ് ഇതിൽ ആഷിഖ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ജെയ്ക്സ് ബിജു ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ടീസർ ഒന്ന് കണ്ടുനോക്കാം. വാ. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ്, വീഡിയോ ക്യാമറ. മനോജ് ഏതൊരു ഹോളിവുഡ് ഡയറക്ടർ കണ്ട. നസ്ലൻ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് സ്റ്റാറിംഗ് നസ്ലൻ. First will always be recorded and remembered in history. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോലെ, ആ പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടും. ഹൊറർ പടം കൊണ്ടുപോകുന്നു. ഏത് സ്റ്റോറി ഫോർ ഏജ്. ക്യാമറ കിട്ടിയ ഉടനെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. അതാണ് ഹൊറർ ഷോർട്ട് ഫിലിമാണ് എടുക്കാൻ പോകുന്നത് നസ്ലൻ. കൊള്ളാം. നസ്ലിനെ കുറെ നാളായി കാണാതെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പ്രേമലു ആണെന്ന് തോന്നുന്നു അല്ലേ. അതിനുശേഷം നസ്ലിന്റെ ഒരു വരവ്. ഈ സിനിമ മോളിവുഡ് ടൈംസ് തന്നെ ഈ മന്ത് മെയ് മാസം എന്താ റിലീസ് ചെയ്യാനിരുന്നാണ്. പിന്നെ കുറെ റിലീസിന്റെ ഇടയിലൊക്കെ എന്തോ പെടേണ്ടെന്ന് വിചാരിച്ച് മാറ്റി. എന്തോ ഇപ്പൊ ഈ ജൂൺ 4-ാം തീയതി എന്താണ് റിലീസ്. ലാസ്റ്റ് മിക്കവാറും കാണിക്കും. റോഷൻ unpredictable turn of events, just like a Manoj Nai Chamalan film. മനോജ് ശ്യാമളനാണ് എടുത്തു വെച്ചിരിക്കുന്ന. എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ സുചി. എന്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. രാഹുൽ സദാശിവനാണ് നസ്ലനിൻ. മോളിവുഡ് ടൈംസ് BGM. Bollywood better than this old movies. Director produced by Ashik Usman, directed by Abhinav Sundar Nayak. I'm coming to save Malayalam cinema. June 5. And ടീച്ചർ കുഴപ്പമില്ല. ഒരു മോളിവുഡ് ടൈംസ് എന്നാണ് പടത്തിന്റെ പേര്. ഒരു ഹൊറർ പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ ആഗ്രഹമുള്ള ഒരു നായകൻ, അതാണ് നസ്ലൻ. അതാണ് മോളിവുഡ് ടൈംസ്, മോളിവുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ലാസ്റ്റ് വരുന്ന ഡയലോഗ്, ഐ ആം ഹിയർ ടു സേവ്, ഞാൻ വരുന്നു മലയാള സിനിമയെ രക്ഷിക്കാൻ. അത് ഒരു ഇൻഡയറക്ട്ലി പറയുന്ന ഒരു ഡയലോഗ് ഒക്കെയാണ്. അപ്പോ അത് എന്താ പറയാ, കൊള്ളാം എന്നേ ഉള്ളൂ. ഒരു പ്രത്യേകിച്ച് അങ്ങ് എടുത്തു പറയേണ്ട രീതിയിലുള്ള ഒരു ടീസറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു നല്ലൊരു പടം വരുന്നു. കാരണം അഭിനവ് സുന്ദർ എന്നൊരു ഡയറക്ടർ ഒരു നല്ലൊരു ഡയറക്ടറാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ പുള്ളിയിൽ നിന്ന് കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു പടം വരിക എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു സിനിമ വരാനാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ല സിനിമ വരാനാണ് ചാൻസും കൂടുതൽ. ആൻഡ് ഇതിലിപ്പം മ്യൂസിക് വൈസ് നോക്കിയാലും ഈ ടീസറിൽ ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ പടത്തിൽ വരുമായിരിക്കും. നസ്ലിനെയും കുറെ നാൾക്ക് ശേഷം ആ തുടക്കത്തിൽ എന്താ നസ്ലിന് ആ പഴയ ലുക്കായപ്പോൾ ഒരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ബട്ട് എന്നിരുന്നാലും ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ആ മുടി താടിയൊക്കെ വെച്ച് ഈ കണ്ണാടിയൊക്കെ വെച്ച് ഡയറക്ടർ ലുക്കിൽ വന്നപ്പോൾ കൊള്ളായിരുന്നു. മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി ഒരു ഓക്കേഷ് ടീച്ചറായിട്ടാണ് തോന്നിയത്. ഇനി ബട്ട് പടം വരട്ടെ. ജൂൺ 5 എന്താണ് സിനിമ റിലീസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കണ്ടുവെക്കാം മോളിവുഡ് ടൈംസിലെ നല്ലൊരു പടമാകുമോ അതോ ഇല്ലയോ എന്ന്. നസ്ലൻ സിനിമയിലും ഏറ്റവും മികച്ച ഒരു ഡയറക്ടർ ആകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.